ധർമ്മടം റെയിൽവേ സ്റ്റേഷന് സമീപം അടിപ്പാത പണിയണമെന്നാവശ്യപ്പെട്ട് UDF നേതൃത്വത്തിൽ ജനകീയ സമരസമിതി പ്രക്ഷോഭം സംഘടിപ്പിച്ചു. ഇതിന്റെ ആദ്യപടിയായി ധർമ്മടം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ ധർണ നടത്തി. അടിപ്പാതയ്ക്കായി ശബ്ദമുയർത്താൻ ധർമ്മടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK രവിയുടെ നേതൃത്വത്തിൽ 2023-ൽ കർമ്മസമിതി രൂപീകരിച്ച് പ്രവർത്തിച്ചിരുന്നു. എന്നാൽ പ്രസ്തുത കർമ്മസമിതി ഇപ്പോൾ നിർജീവമാണ്. സ്ഥലം MLA കൂടിയായ സംസ്ഥാന മുഖ്യമന്ത്രിയെ കാണാനും സമ്മർദ്ദം ചെലുത്താനും അടിപ്പാതയ്ക്ക് ആവശ്യമായ ഫണ്ട് അനുവദിപ്പിക്കാനും കർമ്മസമിതി ശ്രമിക്കുന്നില്ലെന്ന് കുന്നുമ്മൽ ചന്ദ്രൻ ആരോപിച്ചു. ഏറ്റവും ഒടുവിലായി ഇക്കഴിഞ്ഞ ദിവസം പിണറായിയിലെത്തിയ മുഖ്യമന്ത്രിയെ ഈ ആവശ്യത്തിനായി കാണാൻ പോലും CPM നേതാവ് കൂടിയായ പഞ്ചായത്ത് പ്രസിഡന്റിനായില്ല. അവസരം കിട്ടിയില്ലെന്നാണ് അദ്ദേഹം പറയുന്നതെന്നും ജനറൽ കൺവീനർ വെളിപ്പെടുത്തി. കർമ്മസമിതി അധ്യക്ഷൻ കൂടിയായ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിരുത്തരവാദപരമായ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഓഫീസ് സമയം മുഴുവൻ ധർണാ സമരം സംഘടിപ്പിച്ചത്. സമരസമിതി നേതാക്കൾ വിശദീകരിച്ചു. നിലവിലെ പ്ലാറ്റ്ഫോം ഉയർത്തിപ്പണിയുന്നതിനും ഇതുവഴി മൂന്നാം പാളം കൂടി വരുന്നതോടെയും നാട്ടുകാരുടെ യാത്രാ ദുരിതം ഇരട്ടിക്കും. ഈ സാഹചര്യത്തിൽ അടിപ്പാത അനിവാര്യമാണ്. ആവശ്യമായ ഫണ്ട് സമാഹരിച്ചാൽ അടിപ്പാത യാഥാർത്ഥ്യമാവും. ഇക്കാര്യത്തിൽ സ്ഥലം MP K സുധാകരൻ തന്റെ പ്രാദേശിക വികസന ഫണ്ട് അനുവദിക്കാമെന്ന് സമ്മതിച്ചതാണ്. എന്നാൽ രാജ്യസഭാ MPമാരായ V ശിവദാസനും സന്തോഷ് കുമാറും വ്യക്തമായ മറുപടി നൽകിയില്ലെന്നും കുന്നുമ്മൽ ചന്ദ്രൻ കുറ്റപ്പെടുത്തി. പഞ്ചായത്ത് മെമ്പർ MK മജീദ, PT സനൽകുമാർ, TV A ബഷീർ, V നാരായണൻ എന്നിവർ സംബന്ധിച്ചു.